നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സിനിമ എന്നുള്ളത്. ചില സിനിമകളിൽ നായകന്റെ തുല്യ പ്രാധാന്യം തന്നെ നായകൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോലെ വാഹനപ്രേമികൾക്ക് അത് വളരെ ആസ്വദിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ധൂം എന്ന സിനിമയിലെ ജോൺ അബ്രഹാം ഹയാബുസ ഉപയോഗിച്ചപ്പോൾ അത് നമ്മുടെ മനസ്സിൽ കയറി കൂടാനായിട്ട് അധികം നാളൊന്നും വേണ്ടി വന്നില്ല. അതുപോലെ ഹോളിവുഡ് മൂവീസിലൂടെ നമ്മുടെ മനസ്സിൽ കയറിയ ഒരു വാഹന കമ്പനിയാണ് ഡോഡ്ജ് എന്നുള്ളത്. അതിനു മുമ്പേ ഡോഡ്ജ് എന്ന വാഹന കമ്പനിയെ എല്ലാവർക്കും അറിയാമെങ്കിലും ഹോളിവുഡ് മൂവീസിലൂടെയാണ് ഈ വാഹനം നമുക്ക് കൂടുതൽ പരിചിതമായത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോഡ്ജിൻ്റെ ഒരു വാഹനമാണ്. ഡോഡ്ജ് എന്ന കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് വാഹനങ്ങളുടെ പേരാണ് മനസ്സിൽ വരിക. അതൊന്ന് ചാർജർ, ഒന്ന് ചലഞ്ചർ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോഡ്ജ് ചലഞ്ചറാണ്. ഇന്ന് നമുക്ക് ഡോഡ്ജ് ചലഞ്ചറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോഡ്ജ് ചലഞ്ചർ ഒരു സ്പോർട്സ് കാറാണ്. സ്പോർട്സ് കാറുകൾ പൊതുവേ ഹൈറ്റ് കുറവായിരിക്കും, അതായത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും. അതേ ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഇറക്കിയിട്ടുള്ളത്. അമേരിക്കൻ സ്പോർട്സ് കാറുകൾക്ക് ഡിസൈനിൽ കാര്യമായിട്ടുള്ള പ്രത്യേകതകൾ കമ്പനി നൽകാറുണ്ട്. അത്തരം പ്രത്യേകതകൾ ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. മികച്ചൊരു ഫ്രണ്ട് ഫേസ് തന്നെയാണ് ചലഞ്ചറിന് ഡോഡ്ജ് നൽകിയിട്ടുള്ളത്. നമുക്ക് മുന്നിൽ തന്നെ ഒരു അകത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലെ ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇതിനകത്താണ് ഹെഡ്ലൈറ്റും ഗ്രില്ലും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള രണ്ട് ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. അത് HID ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ്. അതിൽ പ്രൊജക്ടർ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നു. ഡേറ്റ റണ്ണിംഗ് ലാമ്പും അതേപോലെ ഇൻഡിക്കേറ്റർ ഇതിനകത്ത് തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡേറ്റ റണ്ണിംഗ് ലാമ്പും ഇൻഡിക്കേറ്ററും കംപ്ലീറ്റ് റൗണ്ട് ഷേപ്പാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു യു പോലെ ഒരു ആകൃതിയിലാണ് ഈ ഒരു ഡേറ്റ റണ്ണിംഗ് ലാമ്പും ഇൻഡിക്കേറ്ററും നൽകിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലായി നമുക്ക് രണ്ട് ക്രോം സ്ട്രിപ്പോട് കൂടിയ ഗ്രില്ല് കാണാൻ സാധിക്കും. ഈ ഒരു ക്രോം സ്ട്രിപ്പിൽ നൽകിയിരിക്കുന്ന ഈ ഒരു ഗ്രില്ലിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ടൈൽ ലാമ്പ് നൽകിയിട്ടുള്ളത്. പിന്നിലെത്തുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. നല്ലൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ഈ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രില്ല് നൽകിയിട്ടുള്ളത്. ഈ ഒരു ക്രോം സ്ട്രിപ്പെല്ലാം കാണാൻ ഭംഗിയുണ്ട്. ആ ഒരു ക്രോം സ്ട്രിപ്പിനകത്ത് ഇതേ പാറ്റേണിൽ ചെറിയ ചെറിയ പോർഷൻസ് ബ്ലാക്ക് കളറിലായിട്ട് നൽകിയിട്ടുണ്ട്. അതും ഒരു ഭംഗിയുള്ള ഒരു കാര്യമാണ്. ഇതാണ് മുന്നിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഇതൊരു മസിൽ കാർ ആയതുകൊണ്ട് പവർ ബൾജസ് എല്ലാം ബോണറ്റിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ രണ്ട് സൈഡിലും എയർ സ്കൂപ്പ് നൽകിയിരിക്കുന്നു. റേസിംഗ് സ്ട്രൈപ്സ് നൽകിയിട്ടുണ്ട്. ഇത് വാഹനത്തിൽ ഓപ്ഷനിലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. റേസിംഗ് സ്ട്രൈപ്സ് പല വാഹനങ്ങൾക്കും പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് ഓപ്ഷനിലായിട്ട് നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഫ്രണ്ട് ബമ്പറിൻ്റെ ഇരുവശത്തുമായി നമുക്ക് ഫോഗ് ലാമ്പ് സ്ലോട്ടുകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിൽ നമ്മൾ കണ്ട അതേ പാറ്റേണിലുള്ള ഒരു എയർ ഡാം താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. അതിലും ആ ഒരു ബ്ലാക്ക് പോർഷൻ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ബമ്പറിൻ്റെ ഏറ്റവും അടിഭാഗത്തായി ചെറിയൊരു ചിൻ സ്പോയിലർ പോലൊരു ഭാഗം നൽകിയിരിക്കുന്നു. ഫ്രണ്ട് ബമ്പറിൻ്റെ സൈഡിലായിട്ടൊരു റിഫ്ലക്ടർ കാണാം. അതേപോലെ നമ്മൾ മുന്നിൽ ബോണറ്റിൽ കണ്ട ആ ഒരു പവർ ബൾജസ് എല്ലാം സൈഡിലേക്ക് നീളുന്നുണ്ട്. അത് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. 18 ഇഞ്ച് വലിപ്പത്തിലുള്ള ടയറാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. 5 സ്പോക്ക് അലോയ് വീലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അലോയ് വീലിൻ്റെ ഡിസൈൻ പുതുമയുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും ഒരു സ്പോർട്സ് കാറിന് ചേരുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ കാണാൻ സാധിക്കും. ഇതൊരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ ആ ഒരു എയറോഡൈനാമിക് ഷേപ്പിൽ തന്നെയാണ് ഈ വാഹനം നിർമ്മിച്ചത്. അപ്പോൾ അതേ ഒരു രീതിയിലേക്ക് തന്നെ ഇതിൻ്റെ ഒരു വിൻഷീൽഡും കാര്യങ്ങളും നൽകിയിരിക്കുന്നു. വിശാലമായിട്ടുള്ള ഒരു വിൻഷീൽഡാണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിൽ നമുക്ക് മനോഹരമായ ഡിസൈനിലുള്ള ഒരു വിങ് മിറർ കാണാം. ഇത് ഡോറിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു വിൻഡ് നോയ്സ് എല്ലാം കുറയാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എയറോഡൈനാമിക് ഷേപ്പ് നമുക്ക് വശങ്ങളിൽ നിന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. മുന്നിലെ പവർ ബൾജസ് എല്ലാം പിന്നിലെ വീലാർസിൻ്റെ മുകളിലേക്കായി കയറി വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ നേരത്തെ പല സ്പോർട്സ് കാറിലും കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. എന്നാലും വളരെ മനോഹരമായിട്ട് ഈ വാഹനത്തിലും അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു 2 ഡോർ 4 സീറ്റർ വാഹനമാണ്. അതിൻ്റെ ഡോർ നമുക്കിവിടെ കാണാൻ സാധിക്കും. വിശാലമായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നിലായിട്ട് ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് കാണാം. ഡോർ ഹാൻഡിൽ നൽകിയിരിക്കുന്ന ഒരു പുൾ അപ്പ് ടൈപ്പാണ്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ സെൻസർ കാണാൻ സാധിക്കും. പിന്നിലേക്ക് വരുമ്പോൾ ഒരു ചങ്കി ഫീൽ തന്നെയാണ് ഈ ഒരു വീൽ ആർച്ചിൻ്റെ ഏരിയ നമുക്ക് സമ്മാനിക്കുന്നത്. കാരണം ഈ ഒരു ബോഡി ലൈൻസ് എല്ലാം മെർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഒരു മസിൽ കാറിൻ്റെ എല്ലാവിധ രൂപഭംഗിയിലുമാണ് ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രത്യേകമായിട്ട് അത് അനുഭവിച്ച് അറിയാനും സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ആ ഒരു പവർ ബൾജ് നേരെ വീൽ ആർച്ചിൻ്റെ മുകളിലൂടെ കയറി ഇതിലെ ചുറ്റി നേരെ പോകുന്ന ആ ഒരു ഡിസൈൻ കാണാനായിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. മുന്നിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു റിഫ്ലക്ടർ പിൻ ബമ്പറിൻ്റെ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്.
സൈഡ് പ്രൊഫൈലിൽ നിന്നാണ് ശരിക്കും നമുക്ക് ഈ വാഹനത്തിൻ്റെ മസ്കുലർ ഫീൽ മനസ്സിലാവുന്നത്. മുൻഭാഗത്ത് നമ്മൾ കണ്ട പോലെയല്ല, ഒരു ചെറിയൊരു വിൻഷീൽഡാണ് പിന്നിൽ നൽകിയിരിക്കുന്നത്. അതിൽ ഡീഫോഗർ ലൈൻസ് എല്ലാം നൽകിയിരിക്കുന്നു. പിന്നെ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത് ഈ ഒരു ഫ്യൂവൽ ലിഡാണ്. ഒരു ക്രോം ഫിനിഷിലാണ് ഈ ഒരു ഫ്യൂവൽ ലിഡ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്യൂവൽ ക്യാപ്പ് ഓപ്പൺ ആക്കാൻ സാധിക്കും. വളരെ മികച്ചൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫ്യൂവൽ ലിഡിന് നൽകിയിട്ടുള്ളത്. മുൻഭാഗത്ത് നമ്മൾ കണ്ട ആ ഒരു ഗ്രില്ലിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. LED ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ്. വളരെ മികച്ച ഡിസൈനിലാണ് ആ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ടൈൽ ലാമ്പുകളുടെ നടുവിലായി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നു. അതിൽ നമുക്ക് ഡോഡ്ജ് എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ബമ്പറിലും ആ ഒരു റേസിംഗ് സ്ട്രൈപ്സ് നൽകിയിട്ടുണ്ട്. മുൻഭാഗത്ത് ആരംഭിക്കുന്ന ആ ഒരു റേസിംഗ് സ്ട്രൈപ്സ് റൂഫിലൂടെ വന്ന് പിൻഭാഗത്തെ ബമ്പറിൽ അവസാനിക്കുന്നുണ്ട്. ബമ്പറിന് ഇരുവശത്തുമായിട്ട് റിഫ്ലക്റ്റേഴ്സ് നൽകിയിരിക്കുന്നു. അടിഭാഗത്തായി ചെറിയൊരു ബ്ലാക്ക് പോർഷൻ നൽകിയിട്ടുണ്ട്. ഇതൊരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ ട്വിൻ എക്സോസ് പൈപ്പുകളാണ് നൽകിയിട്ടുള്ളത്. അത് നമുക്ക് ബമ്പറിൻ്റെ അടിഭാഗത്തായി കാണാൻ സാധിക്കും. ഈ ഒരു ഡിക്കി നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു സ്വിച്ച് നമുക്ക് ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് അമർത്തിയാൽ നമുക്ക് ഈ ബൂട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും. 459 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഒരു സ്പോർട്സ് കാറിന് ഇത്രയധികം ബൂട്ട് സ്പേസ് എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം സെഡാനിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു ബൂട്ട് ഏരിയയാണ് ഈ ഒരു സ്പോർട്സ് കാറിലും നൽകിയിട്ടുള്ളത്. അത് വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് തോന്നി. മികച്ചൊരു എക്സോസ് നോട്ടുള്ളൊരു വാഹനം കൂടിയാണ് ഡോഡ്ജ് ചലഞ്ചർ. ഫ്രെയിംലെസ് ഡോറുകളാണ് ഈ ഒരു ചലഞ്ചറിന് നൽകിയിട്ടുള്ളത്. നമുക്കത് ഇവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഡിസൈൻ തന്നെയാണ്. ഫ്രെയിംലെസ് ഡോർ ആകുമ്പോൾ കറക്റ്റ് ആ ഒരു സ്പോർട്സ് കാറിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ചുകളെല്ലാം നമുക്ക് ഈ ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 1 ടച്ച് അപ്പും 1 ടച്ച് ഡൗണും ഉള്ള ഒരു ഓട്ടോമാറ്റിക് പവർ വിൻഡോയാണ്. പിന്നെ വാഹനത്തിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ചുകൾ നമുക്ക് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണാൻ സാധിക്കും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററുകളാണ് അതിൻ്റെ സ്വിച്ചുകളാണ് ഈ കാണുന്നത്. അതേപോലെ ഒരു മികച്ച ഡിസൈനിലുള്ള അലൂമിനിയം ഫിനിഷിലുള്ള ഒരു ഡോർ ഹാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു ബോട്ടിൽ ഹോൾഡറും അതേപോലെ സ്പീക്കറും ഈ ഒരു ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇതിൻ്റെ സീറ്റുകളും സീറ്റ് ബെൽറ്റും നൽകിയിട്ടുള്ളത്. സീറ്റ് ബെൽറ്റ് ബി പില്ലറിൽ നിന്ന് ഒരു ഹാൻഡിലൂടെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക. അതൊരു ഹെഡ് റെസ്റ്റിൻ്റെ സൈഡിലായിട്ടൊരു ഹാൻഡിൽ പോലെ ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഫ്രണ്ട് സീറ്റ് ഫോൾഡ് ചെയ്ത് പുറകിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് ഇവിടെ നിന്നെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നിലുള്ള ഈ ഒരു ഹാൻഡിലിൽ നമുക്കൊന്ന് പ്രസ് ചെയ്താൽ ഈ സീറ്റ് മടങ്ങുന്നതാണ്. അതിനുശേഷം മുന്നിലേക്ക് നീക്കിയിട്ടാൽ നമുക്ക് പിന്നിലെ സീറ്റിലേക്ക് കയറാൻ സാധിക്കും. പിന്നിലെ സീറ്റിൽ കാര്യമായിട്ട് ഹെഡ് റൂമും ലെഗ് റൂമും നൽകിയിട്ടില്ല. കുട്ടികൾക്കാണ് പിന്നിലിരിക്കാനായിട്ട് സൗകര്യം. പിന്നിലും ഒരു ഹാൻഡ് റെസ്റ്റ് നൽകിയിരിക്കുന്നു. അതിലായിട്ട് കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിലുള്ള ഒരു മൾട്ടി ഫംഗ്ഷണൽ 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ചലഞ്ചറിന് നൽകിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും ഓഡിയോ കൺട്രോളിൻ്റെ സ്വിച്ചുകൾ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ടെലിഫോണി കാര്യങ്ങളുടെ എല്ലാ സ്വിച്ചുകൾ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിലായിട്ട് നൽകിയിട്ടുണ്ട്. നടുവിലായിട്ട് ഡോഡ്ജ് എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ചുറ്റും ഒരു അലൂമിനിയത്തിൻ്റെ ഒരു സ്ട്രിപ്പ് നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. മുൻഭാഗത്തായി നമുക്ക് നല്ലൊരു ഡിസൈനിലുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാൻ സാധിക്കും. അനലോഗ് ഡിജിറ്റൽ കോമ്പിനേഷനിലാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നൽകിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് അനലോഗായിട്ട് RPM മീറ്ററും അതേപോലെ തന്നെ സ്പീഡോമീറ്ററും കാണാം. നടുവിലായിട്ടൊരു
ഡിജിറ്റൽ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിലൂടെ നമുക്ക് വാഹനത്തിൻ്റെ സെറ്റിംഗ്സ്, കൺട്രോൾസ്, അതേപോലെ മെയിൻ്റനൻസ് എല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. മികച്ചൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നൽകിയിരിക്കുന്നത് പറയാതെ വയ്യ. കാരണം സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള പോലെ അല്ല, ഒരു സ്പോർട്സ് കാറിൻ്റെ രീതിയിലേക്കുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സംവിധാനമുള്ള വാഹനമാണ്. അതിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. വാഹനം സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ആ ഒരു എക്സോസ്റ്റ് നോട്ട് നമുക്ക് വളരെ ഒരു ഫീൽ വരുന്നുണ്ട്. ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് ഈ ഒരു ഡാഷ്ബോർഡ് നൽകിയിരിക്കുന്നത്. അതായത് ഡ്രൈവറിൻ്റെ സൈഡിലേക്ക് കുറച്ച് ചെരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഒരു ലെതർ സ്റ്റിച്ചിങ് അല്ല ഇവിടെ മുകളിലായിട്ട് നൽകിയിരിക്കുന്നു. ഒരു അലൂമിനിയം ഫിനിഷ് എല്ലാം ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട് ആ ഒരു പോർഷൻ കാണാനായിട്ട്. AC വെന്റുകളുടെ ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നു. നടുവിലായിട്ട് യു കണക്ട് എന്ന പേരിലുള്ള ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. 8.4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഈ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ പേര് യു കണക്ട് എന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ യു ആപ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം നൽകിയിരിക്കുന്നു. ഈ ഒരു ഓപ്ഷൻ കൂടാതെ തന്നെ വാഹനത്തിൻ്റെ റേഡിയോ, മീഡിയ, അതേപോലെ വെഹിക്കിൾ സെറ്റിംഗ്സ്, കൺട്രോൾസ്, വാഹനത്തിൻ്റെ AC കൺട്രോൾസ്, ഡ്രൈവ് മോഡിൻ്റെ കൺട്രോൾ, അതേപോലെ ഫോൺ പെയർ ചെയ്യാനുള്ള ഒരു സംവിധാനം, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കോമ്പാറ്റിബിലിറ്റി ഒക്കെ ഉള്ള ഒരു മികച്ച രീതിയിൽ തന്നെയുള്ളൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ചലഞ്ചറിനകത്ത് ഡോഡ്ജ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിലും ഇതും ഡ്രൈവർ സെൻട്രിക് ആണെന്ന് വേണം പറയാൻ. കാരണം ഇതൊരു സെപ്പറേഷൻ പോലെയാണ്. ഡ്രൈവറും കോ ഡ്രൈവറും തമ്മിൽ ഒരു സെപ്പറേഷൻ പോലെയാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. അതിലൊരു അലൂമിനിയം സ്ട്രിപ്പും നമ്മൾ ഈ ഡാഷ്ബോർഡിൽ കണ്ട ആ ഒരു ഡിസൈനെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ 2 കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. പിന്നെ ആ ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഗിയർ നോബ് കാണാം. ഇതൊരു ഇല്യൂമിനേറ്റഡ് ഗിയർ നോബാണ്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എല്ലാം നമുക്ക് ലൈറ്റ് ഈ ഒരു ഗിയർ നോബിൽ തന്നെ അറിയാൻ സാധിക്കും. പിന്നെ ഇത് മാനുവലായിട്ട് ഓടിച്ച് പോകാനായിട്ടുള്ളൊരു ഓപ്ഷനും ഈ ഒരു ഗിയർ നോബിൽ നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ വാഹനത്തിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. ഒരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പാഡിൽ ഷിഫ്റ്റ് എന്നുള്ളത്. ആ ഒരു ഫീച്ചറും ഈ ഒരു ചലഞ്ചറിൽ ഡോഡ്ജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡ്രൈവർ സെൻട്രിക് എന്നുള്ള വാക്കിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ആംറസ്റ്റ്. ഡ്രൈവറിന് മാത്രം ആക്സസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്റ്റോറേജ് ഏരിയയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡോഡ്ജ് ചലഞ്ചർ V6 പെട്രോൾ എഞ്ചിനുള്ള ഒരു മോഡലാണ്. ഇത് 305 bhp പവറും 363 ന്യൂട്രൺ മീറ്റർ ടോർക്കും നൽകുന്നുണ്ട്. ഇതൊരു പെർഫോമൻസ് കാറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 0 to 100 എത്താനായിട്ടൊരു 7 സെക്കൻഡാണ് വേണ്ടി വരുന്നത്. അതേപോലെ അതിൻ്റെ ടോപ്പ് സ്പീഡ് പറയുന്നത് 200 km/h ആണ്. നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ ഷെവർലെ കമാരോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ കമാരോ, മസ്താങ് അതുപോലത്തെ വാഹനങ്ങളായിട്ടാണ് ഈ ഒരു ചലഞ്ചർ വിപണിയിൽ മത്സരിക്കുന്നത്. അമേരിക്കൻ വാഹനങ്ങളുടെ പ്രത്യേകതയായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കംഫർട്ടും അതുപോലെ തന്നെ എഞ്ചിൻ്റെ പെർഫോമൻസ്, സസ്പെൻഷൻ, ട്യൂണിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു ചലഞ്ചറിൽ നൽകിയിട്ടുണ്ട്. മികച്ചൊരു പെർഫോമൻസ് കാർ തന്നെയാണ് ഈ ചലഞ്ചർ എന്നുള്ളത്. ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഈ ചലഞ്ചറിന് നൽകിയിട്ടുള്ളത്. മികച്ച ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ്. ഇതൊരു പവർഫുൾ വാഹനമായതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു ട്രാൻസ്മിഷൻ കൂടിയാണ് നൽകിയിട്ടുള്ളത്. മികച്ചൊരു പവർ ഡെലിവറി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു NVH ലെവൽ പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഡോഡ്ജ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. പക്ഷേ എൻ്റെ എക്സോസ്റ്റ് നോട്ടിൽ അകത്തേക്ക് വരുന്നുണ്ട്. അത് അകത്ത് വരുമ്പോഴാണ് നമുക്ക് ഓടിക്കുമ്പോഴും ആ ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ഒരു ഫീല് ശരിക്കും ഒന്ന് അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. വളരെ മികച്ചൊരു എക്സോസ്റ്റ് നോട്ടുള്ളൊരു വാഹനം തന്നെയാണ് ചലഞ്ചർ എന്ന് പറയുന്നത്. അതേപോലെ മികച്ചൊരു പവറും പെർഫോമൻസും ഈ വാഹനം തരുന്നുണ്ട്. പിന്നെ ഇതൊരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ലോഞ്ച് കൺട്രോൾ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു റേസ് എല്ലാം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരമായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഈ ലോഞ്ച് കൺട്രോൾ. അതേപോലെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ABS, EBD, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, അതേപോലെ ബ്രേക്ക് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഫ്രണ്ട് ആൻഡ് കട്ടൺ എയർ ബാഗുകൾ തുടങ്ങിയ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനം നൽകുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ധാരാളം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയാണ് ചലഞ്ചറിനെ ഡോഡ്ജ് നിരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് തന്നെയാണ്. കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉള്ളൊരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഓടിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ മികച്ച രീതിയിൽ ഈ ഒരു വാഹനം ഹയർ സ്പീഡിൽ പോലും നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. മികച്ച റെസ്പോൺസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതൊരു പെർഫോമൻസ് കാറാണ്. അപ്പോൾ കാര്യമായിട്ട് മൈലേജ് കാര്യങ്ങളെല്ലാം നോക്കുന്നവരൊന്നും വാങ്ങിക്കുന്ന ഒരു വാഹനമല്ല. എന്നിരുന്നാലും ഒരു 10 കിലോമീറ്ററോളം മൈലേജാണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് എന്ന് പറയുന്ന ഒരു 70 ലിറ്ററിൻ്റെ ടാങ്കാണ് നൽകിയിട്ടുള്ളത്.
ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽ ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു മേജർ ഫീച്ചറായിട്ട് തോന്നി. പിന്നെ ഇതിന്റെ സീറ്റുകളാണെങ്കിലും മികച്ച ഒരു കംഫർട്ടബിൾ സീറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് 10 തരത്തിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ലംബാർ സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് 4 തരത്തിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഡ്രൈവിംഗിന്റെ കാര്യത്തിലാണെങ്കിൽ യാത്രാ സുഖത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഡോഡ്ജ് ചലഞ്ചർ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു SXT എന്നുള്ളൊരു വേരിയന്റിലുള്ള ചലഞ്ചറാണ്. ഇതിന്റെ RT എന്നുള്ളൊരു വേരിയന്റ് ഉണ്ട്, അതായത് റോഡ് ആൻഡ് ട്രാക്ക് എന്ന് പറയും. അതല്ലാതെ SRT എന്നുള്ളൊരു മോഡൽ ഉണ്ട്, അതേപോലെ Hellcat എന്നൊരു മോഡൽ. അങ്ങനെ വിവിധ വേരിയന്റുകളിൽ നമുക്ക് ഈ ചലഞ്ചർ വിപണിയിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഓരോ വേരിയന്റ് അനുസരിച്ച് നമുക്ക് ഓരോ എഞ്ചിൻ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു 6.4 ലിറ്റർ ഹെമി V8 പെട്രോൾ എഞ്ചിൻ ലഭിക്കുന്നുണ്ട്. അതേപോലെ ഒരു 5.7 ലിറ്റർ V8 പെട്രോൾ എഞ്ചിൻ ലഭിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു സൂപ്പർ ചാർജ് എഞ്ചിനാണ്. 6.2 ലിറ്റർ ഹെമി V8 സൂപ്പർ ചാർജ് എഞ്ചിനാണത്. അത് വളരെ മികച്ച പെർഫോമൻസ് എഞ്ചിനാണ്. ഈ ഡോഡ്ജിന്റെ Hellcat എന്നുള്ളൊരു വാഹനത്തിലാണ് ഈ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് 707 bhp ആണ് പവർ. വളരെ മികച്ച ഒരു പെർഫോമൻസ് കാർ തന്നെയാണ് ഡോഡ്ജ് ചലഞ്ചർ Hellcat എന്ന് പറയുന്നത്. 707 bhp പവർ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു റേഞ്ച് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം അത്രയ്ക്കും മികച്ചൊരു പെർഫോമൻസ് കാർ തന്നെയാണ് ചലഞ്ചർ Hellcat എന്നുള്ളത്. നമുക്ക് ആ വാഹനം ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയിട്ടില്ല. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു SXT എന്നുള്ള വേരിയന്റ് ആണ്. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഈ ഒരു SXT മോഡലാണെങ്കിൽ ഒരു പെർഫോമൻസ് കാർ തന്നെയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്പീഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന അനുസരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനൊരു റെസ്പോൺസ് വാഹനം തരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മികച്ച സ്പോർട്സ് കാർ തന്നെയാണ് ഈ ഒരു ഡോഡ്ജ് ചലഞ്ചർ എന്നുള്ളത്. പലതരം ഡ്രൈവിംഗ് മോഡുകൾ ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് മോഡുകൾ അനുസരിച്ച് ഈ വാഹനത്തിന്റെ പെർഫോമൻസ് ആകപ്പാടെ തന്നെ മാറുന്നുണ്ട്. ഈ ഓരോ ഡ്രൈവിംഗ് മോഡിൽ ഓടിക്കുമ്പോഴും നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് തന്നെ ഈ വാഹനത്തിന്റെ സെറ്റിംഗ്സ് മൊത്തത്തിലായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീലും ഗിയർ നോബും ലെതർ റാപ്ഡ് ആണ്. പിന്നെ ഈ സ്റ്റിയറിംഗ് വീലിന്റെ മുകളിലായിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് കവർ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. മികച്ചൊരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് എന്നിരുന്നാലും ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ശരിക്കും എനിക്ക് ഈ വാഹനം കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ടൗണിലൂടെ ഓടിക്കുന്നതുകൊണ്ട് കാര്യമായിട്ട് അങ്ങോട്ട് പെർഫോമൻസ് അറിയാനായിട്ട് സാധിക്കുന്നില്ല. എന്നിരുന്നാലും മികച്ചൊരു ഡ്രൈവിംഗ് കംഫർട്ട് തന്നെയാണ് ഈ വാഹനം നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ഒരു എക്സോസ്റ്റ് നോട്ട് എല്ലാം കേട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ത്രില്ല് വരുന്നുണ്ട്. ഇതൊരു പെർഫോമൻസ് കാർ ആയതുകൊണ്ട് തന്നെ സ്പീഡിൽ ഓടിക്കണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. നമുക്കിപ്പോൾ പതുക്കെ ഈ ഒരു ടൗണിലൂടെ ഈ ഒരു എക്സോസ്റ്റ് നോട്ട് എല്ലാം കേട്ട് ഓടിക്കാനാണെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ നല്ല രീതിക്ക് തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ടൗണിലാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ഈ വാഹനം തരുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള മടുപ്പും ഇല്ലാതെ ഒരു പെർഫോമൻസ് ലാഗും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ടൗണിലൂടെ ആണെങ്കിലും ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു പവർഫുൾ വാഹനമായതുകൊണ്ട് തന്നെ അതിന് ചേരുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷൻ ട്യൂണിങ്ങും ടയറുകളും ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ മുന്നിലും പിന്നിലും ഇൻഡിപെൻഡന്റ് സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ കൂടെ സ്റ്റെബിലൈസർ ബാർ നൽകിയിരിക്കുന്നു. മികച്ചൊരു സസ്പെൻഷൻ ആണെന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് കാറിന് ചേരുന്ന രീതിയിൽ തന്നെയുള്ളൊരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ റൈവൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കമാരോയും മസ്താങ്ങും എല്ലാം ഈ വാഹനത്തിന്റെ റൈവൽസ് വരുന്നത്. കമാരോ നമ്മൾ നേരത്തെ തന്നെ വീഡിയോയിൽ ഓടിച്ചിട്ടുണ്ട്. മികച്ചൊരു സ്പോർട്സ് കാർ തന്നെയാണ് കമാരോ. ആ വാഹനത്തിനെല്ലാം റൈവലായിട്ട് ചേരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ചലഞ്ചറിനെ ഡോഡ്ജ് നിരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇതൊരു സ്പോർട്സ് കാർ ആണെങ്കിൽ കൂടി എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ ഒരു പില്ലറിന്റെ വീതിയാണ്. അത് കുറച്ചധികം കാഴ്ച മറയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും ബ്ലൈൻഡ് സ്പോട്ട് സെൻസർ എല്ലാം കൊടുത്തിട്ടുള്ളതുകൊണ്ട് കാര്യമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു സ്ട്രൈറ്റ് റോഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിലും നമ്മൾ നല്ല രീതിക്ക് തന്നെ ഈ ഒരു പവർ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു എക്സോസ്റ്റ് നോട്ട് എല്ലാം വരുമ്പോഴാണെങ്കിലും നല്ല രീതിക്ക് തന്നെ ഈ ഒരു വാഹനം പവർ എടുത്ത് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. മികച്ചൊരു പവർഫുൾ സ്പോർട്സ് കാർ തന്നെയാണ് ഡോഡ്ജ് ചലഞ്ചർ എന്നുള്ളത്. ഇതിന്റെ 0 to 100 നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഓടിച്ചു പോകാവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സ്പോർട്സ് കാർ തന്നെയാണ് ഡോഡ്ജ് ചലഞ്ചർ എന്നുള്ളത്. നമ്മൾ ഈ സിനിമയിലെല്ലാം കണ്ടതുപോലെയുള്ള പെർഫോമൻസ് ഒന്നും വെറുതെ അല്ല, നല്ല രീതിക്ക് തന്നെ നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യുക. അടുത്ത് തന്നെ നമുക്ക് മറ്റൊരു വാഹനത്തിന്റെ വിശേഷമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.